പ്രണയങ്ങൾ പലപ്പോഴും ചലച്ചിത്രങ്ങളാവാറുണ്ട്. പക്ഷേ ഒരു ദുരന്തം പ്രണയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചാലിച്ചുകൊണ്ട് ജെയിംസ് ക്യാമറൂൺ സംവിധാനം ചെയ്ത് ലോകപ്രശസ്തമായ ഒരു സിനിമയാണ് ടൈറ്റാനിക് എന്ന് പറയുന്ന സിനിമ. അതിലെ ഓരോ സീനും നമുക്ക് മനഃപ്പാടമാണ്. അതേപോലെ ജാക്കിനെയും റോസിനെയും ഒന്നും നമ്മൾ മറന്നിട്ടില്ല. അതേപോലൊരു ചിത്രം മലയാളത്തിലെടുക്കുക എന്ന് പറയുന്നത് ശ്രമകരമായ ഒരു ജോലിയാണ്. കുറഞ്ഞൊരു 100 വർഷം കൂടി നമ്മളിനിയും കാത്തിരിക്കേണ്ടി വരും അത്രയും പെർഫെക്ഷനോട് കൂടി ആ സിനിമ എടുക്കണമെങ്കിൽ. അതുകൊണ്ട് തന്നെ ആ സിനിമ മിമിക്രി എന്ന് പറയുന്ന ഈ കലയിലൂടെ ഞങ്ങൾ ഒരിക്കൽ കൂടി ഇവിടെ റീഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഈ ടൈറ്റാനിക് കപ്പലിൽ നായകനും നായികയുമാകുന്നത് ജാക്കിനെയും റോസിനെ അവതരിപ്പിക്കുന്നത് അനശ്വരനായ നായകൻ ശ്രീ പ്രേം നസീറും നമ്മുടെ നടി ഷീലാമയും ചേർന്നാണ്. മലയാള സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളും രാഷ്ട്രീയക്കാരും ഇന്ന് ഈ ടൈറ്റാനിക് കപ്പലിൽ യാത്ര തുടരുകയാണ്. നമുക്ക് അവരോടൊപ്പം ചേരാം. നമുക്ക് ഈ കപ്പലിൻ്റെ യാത്ര ആരംഭിക്കാം. Ladies and gentlemen, please listen to me. നമ്മുടെ കോഴിക്കോട് താമരശ്ശേരി വഴി പോകുന്ന 345-465 ടൈറ്റാനിക് കപ്പലിൽ ഏതാനും നിമിഷവും പുറപ്പെടുക. അങ്ങോട്ട് പോകാൻ പോവാണ്. കയറാളൊരു കയറിക്കോളി, ഇറങ്ങാനുള്ളൊരു ഇറങ്ങിക്കോളി. എടാ തോമ, ഇങ്ങനെ ചീട്ട് കളിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? ആ കപ്പലിപ്പോൾ വിടും. വാടാ പോകാം. നമുക്ക് ഒരു കൈയും കൂടി നോക്കിയിട്ട് പോടാ. കഴിഞ്ഞ കളിക്കോ ലൈഫ് കിട്ടിയില്ല. ഇങ്ങനെ പോയാൽ ലൈഫ് കിട്ടില്ല. ഉള്ള ലൈഫും കൂടി പോകും. നീ വരുന്നെങ്കിൽ വാ. വേറൊരു അറിയിപ്പ്. ചീട്ട് കളിച്ചുകൊണ്ടിരിക്കണ കള്ളനായിൻ്റെ മക്കളെ, നിങ്ങളോടാണ് ഒന്ന് പെട്ടെന്ന് പോടാണെന്ന്. ഇവിടുന്നൊരു വിടല് വിട്ട നമ്മുടെ ടൈറ്റാനിക് കപ്പല് ദുനിയാവിൻ്റെ അങ്ങേ അറ്റത്തെ പോയി നിൽക്കുള്ളൂ. വണ്ടി പോട്ടെ. അയ്യോ, കപ്പൽ വിട്ടു. അയ്യട കപ്പൽ വിട്ടു. കപ്പൽ വിടല്ലേ, ആള് കയറാനുണ്ട്. അയ്യട കപ്പൽ വിട്ടു. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഡൈവ് ചെയ്യടാ. ഇനി അതേ ഉള്ളു മാർഗം. ഡൈവ് ചെയ്യാം. 1 2 3. അങ്ങനെ ഒറ്റ ഡൈവിങ്ങിന് നമ്മൾ കപ്പലിന്റെ മുകളിലെത്തി. ഓ, ആരാടാ നീയൊക്കെ? എന്താണ് ഇവിടെ കാര്യം? ചോദിച്ചത് കേട്ടില്ലേ? ഈ കപ്പലില് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. ഈ മുറിയിൽ ആരും അങ്ങനെ കയറാൻ പാടില്ല. പിന്നെ നീ എങ്ങനെയാടാ പട്ടി ഇതിനകത്ത് കയറിയത്? ഇങ്ങോട്ടുള്ള ചോദ്യമൊന്നും വേണ്ട, പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി. നിങ്ങൾ എന്നോട് തർക്കിച്ചോട് നിൽക്കാതെ ലോഞ്ചിലേക്ക് ചെല്ലൂ. കപ്പിത്താൻ ഇപ്പൊ എത്തും. ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, പ്ലീസ് ലിസൺ ടു മീ. ആദ്യം ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഉണ്ണിത്താൻ. ഞാനാണ് ഈ കപ്പലിലെ കപ്പിത്താൻ. ഈ കപ്പൽ ഓടിക്കുന്നത് ഞാൻ തന്നെത്താൻ. എനിക്ക് ഒരേ ഒരു ആഗ്രഹം, എങ്ങനെയെങ്കിലും എൻ്റെ വീടെത്താൻ. ഈ കപ്പലിൽ നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും സാധിച്ചു തരുന്നതാണ്. കഞ്ഞിക്കും കപ്പയ്ക്കുമുള്ള കൂപ്പൺ റെഡിയായി കഴിഞ്ഞു. താങ്ക് യു. നിർഭാഗ്യമെന്ന് പറയട്ടെ, കഞ്ഞിയും കപ്പയും റെഡിയായിട്ടില്ല. എന്തായാലും ഈ യാത്ര നിങ്ങൾ മറക്കില്ല. വിഷ് യു ഹാപ്പി ജേർണി. എടാ തോമ, ഇങ്ങനെ മലർന്നു കിട നക്ഷത്രം എണ്ണാൻ എന്ത് രസമാണല്ലേ? ശരിയാ. പണ്ട് നമ്മളെ ലോക്കപ്പിൽ കയറ്റി പോലീസ് കുനിച്ചീർത്തി ഇടിച്ചപ്പോഴാണ് ഇങ്ങനെ നക്ഷത്രം എണ്ണിയത്. എടാ, ആ ഒരു പെൺകുട്ടി ആ കടലിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു. വേഗം രക്ഷപ്പെടുത്തടാ. അയ്യോ, ചാടരുത്. ചാടരുതെന്നാണ് പറഞ്ഞത്. ആ കടലിൽ മുഴുവൻ വെള്ളമാണ്. ചാടരുത്. അയ്യോ, എന്നെ വിടൂ. അയ്യോ, എനിക്ക് മരിച്ചാൽ മതി. ആരാണിവിടെ ഈ വേലി കൊണ്ടെന്ന് കെട്ടിയത്? ഒരുപാട് വേലികൾ ചാടിയിട്ടുള്ളവളാണ് ഞാൻ. പക്ഷേ ഇങ്ങനൊരു വേലി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് രക്ഷിക്കണം, എന്നെ രക്ഷിക്കൂ. എന്തിനാണ് കുട്ടി മരിക്കാൻ ശ്രമിക്കുന്നത്? ആരാണ് കുട്ടി? കോടീശ്വരനായ അവറാച്ചൻ മുതലാളിയുടെ മകളാണ് ഞാൻ. എന്നെക്കൊണ്ട് എനിക്കിഷ്ടമില്ലാത്ത ആൻ്റപ്പനുമായിട്ട് എൻ്റെ അപ്പച്ചൻ കല്യാണം ഉറപ്പിച്ചിരിക്കുക. എന്നെ രക്ഷിക്കൂ. ആ കുട്ടിയെ ഞാൻ രക്ഷിക്കാം. ഇതുപോലെയുള്ള ഒരുപാട് പെൺകുട്ടികളെ ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ 10 മാസം കഴിഞ്ഞ് അബദ്ധവശാൽ ഒരു കുഞ്ഞുണ്ടായിപ്പോയാൽ അതെൻ്റെ തെറ്റല്ല. ആ കുട്ടിയുടെ പേരെന്താണ്? എൻ്റെ പേര് റോസമ്മ എന്നാണ്. അപ്പച്ചൻ പള്ളിയിലിട്ടിരിക്കുന്ന പേര് റോസ്. റോസമ്മ. റോസ് നല്ല പേര്. എൻ്റെ പേര് ചാക്കപ്പൻ. സ്നേഹമുള്ളവർ എന്നെ ചാക്കോ എന്ന് വിളിക്കും. ഞാൻ ചേട്ടനെ ചാക്കന്നെ വിളിക്കൂ. റോസമ്മ ചാക്കോ. ചാക്കമ്മ റോസ്. ഐ ലവ് യു റോസ്. ഐ ലവ് യു ചാക്ക്. ഞാൻ വീണ്ടും ഐ ലവ് യു. ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും ഈ റോസമ്മ എന്ന് പറയുന്ന റോസിനെ ഈ ചാക്കപ്പൻ എന്ന് പറയുന്ന ചാക്ക് കല്യാണം കഴിച്ചിരിക്കും. അതിന് സത്യം അസത്യം ബാലചന്ദ്ര മേനോന്റെ അമ്മയാണ് സത്യം. റോസമ്മേ,
അയ്യോ ആൻ്റപ്പൻ ചേട്ടൻ. എടി റോസമ്മേ, ഇതെല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കാൻ ഈ ആൻ്റപ്പനൊരു വികാരി അച്ഛനല്ല, വികാര ജീവിയാണ്. വാടി ഇവിടെ. എടാ മര്യാദയ്ക്കെന്റെ ആ റോസമ്മയെ വിടുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ അടിച്ചു നിന്നെ ഞാൻ. അയ്യോ വേണ്ട ചാക്ക്, വെറുതെ ആൻ്റപ്പൻ്റെ കൈ കൊണ്ട് ചാകാൻ നിൽക്കണ്ട. ഒരു കാര്യം ചെയ്യാം, ഇന്നു രാത്രി ഞാൻ ആൻ്റപ്പൻ്റെ കൂടെ പോകാം, നാളെ ചാക്കിൻ്റെ കൂടെയും വരാം. ആ കൊണ്ടുപോയിക്കോടാ, ആ കൊണ്ടുപോയിക്കോ. ഞങ്ങൾ ആണുങ്ങൾ ഇവിടൊക്കെ തന്നെ ഉണ്ടാവും. അവൻ പോയോടാ? ആ പോയി. നന്നായി. ഇല്ലെങ്കിൽ ഒരു ശവം ഇവിടെ വീണേനെ. അവന്റെ അല്ലേ? അല്ല നിന്റെ. ആ പെരട്ട കപ്പിത്താൻ നമ്മൾ വിളിക്കുന്നുണ്ട് ലോഞ്ചിലേക്ക് അടിച്ചു കൂത്താടാൻ. വാടാ. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻസ്, മറ്റൊരു അറിയിപ്പും കൂടിയുണ്ട്. VIP ലോഞ്ചിലിരിക്കുന്ന രാഷ്ട്രീയക്കാരോടാണ്. ദയവ് ചെയ്ത് നിങ്ങൾ രാഷ്ട്രീയം പറയരുത്. കപ്പിത്താൻ ഇങ്ങ് വരൂ. കപ്പലിൽ പോകുമ്പോൾ ആളില്ലാത്ത ദ്വീപ് കാണുകയാണെങ്കിൽ അവിടെ കപ്പലൊന്ന് അടുപ്പിച്ചേക്കണം. എൻ്റെ മകനെ ഒന്ന് ഇറക്കി വിടാനാണ്. ഞാൻ അവനെ എവിടെ ഇറക്കി വിട്ടാലും അവൻ വീണ്ടും കറങ്ങിത്തിരി എൻ്റെ കൂടെ തന്നെ വരും. ദ്വീപാവുമ്പോൾ അങ്ങനെ പെട്ടെന്ന് വരില്ല. എല്ലാം പഠിപ്പിച്ച കൂട്ടത്തിൽ നീന്തൽ മാത്രം ഞാൻ അവനെ പഠിപ്പിച്ചില്ല. ഗുരുവായൂരപ്പാ. ദേവി ഇത് പോയെന്ന് കിടന്നുറങ്ങുന്നുണ്ടോ? പ്രായം കുറേ ആയല്ലോ, നേരം വെളുത്തിട്ട് കാണാം. റോസ്, എന്തെങ്കിലുമൊക്കെ പറയൂ. ചാക്ക്, ഈ കടലിന് എന്തു രസമാണ്. ഈ കടലിന് ഉപ്പ് രസമാണ്. അയ്യോ അതല്ല, ഈ കടലിങ്ങനെ നോക്കി നിൽക്കാൻ എന്ത് രസമാണെന്ന്. ബാറടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തുപ്പിക്കളിക്കാം. ആദ്യം ഞാൻ തുപ്പാം. അയ്യോ അങ്ങന്റെ മുഖത്താണ് തുപ്പിയത്. നിന്റെ മുഖത്ത് നോക്കിയാൽ കടലിൽ തുപ്പാനേ തോന്നില്ല. ഇനിയും നീ തുപ്പൂ. കാക്ക തോറിനാ തോന്നുന്നത്. ഇല്ലാത്ത വർഗം ഇതിനൊക്കെ വല്ല അണ്ടർ ഇട്ട് നടന്നുകൂടെ? കാശില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഒരെണ്ണം മേടിച്ചു തരാം. ഇതേപോലെ കപ്പലിന്റെ മോളിൽ കയറി എനിക്കും ചെയ്യാൻ അറിയാൻ പാടത്തോടില്ല, എന്റെ സ്റ്റാറ്റസ് അനുവദിക്കുന്നില്ല. പോട്ടെ. റോസ്, നീ തുപ്പിയത് ആരുടെയോ തലയിലാണ് വീണത്. വരൂ, നമുക്ക് ആ വേലിയിൽ പോയി ആ കൈകൾ വിരിച്ചു നിന്ന് ആ കാറ്റ് കൊള്ളാം. ഓ, രണ്ടിടത്തിലും കൂടെ കാറ്റ് കൊള്ളാൻ കണ്ട സ്ഥലം. താഴെ പോയ രണ്ടിൻ്റെ കാറ്റ് പോകും. എന്തായാലും കപ്പിത്താരെല്ലാ സ്ഥിതിക്ക് ഒളിച്ചിരുന്ന് ഇവരുടെ പ്രേമസല്ലാപം ഒന്ന് കാണാം. റോസ്, എന്തോ എത്ര രസമായിരിക്കുന്നു. മുകളിൽ ആകാശവും താഴെക്കടലും, പിന്നെ നീയും ഞാനും മാത്രം. ഇതെങ്ങാനും ആൻ്റപ്പൻ കണ്ടുകൊണ്ട് വന്നാൽ കടലും ആകാശവും മാത്രമേ കാണൂ, നമ്മൾ രണ്ടും കാണില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ മൂട്ടക്കാരിൽ കയറി ഒളിച്ചിരിക്കാം. ശരി. ഇവിടെ നിന്ന് രണ്ടുപേരും എവിടെ? ഇനി കടലിൽ പോയി കാറ്റ് പോയോ? ആ ബോട്ടക്കാറ് കിടന്ന് ഇറങ്ങുന്നുണ്ടല്ലോ, രണ്ട് മതിൻ്റെ അകത്തുണ്ട്. ഓ എൻ്റെ കർത്താവ്, എന്തൊരു തണുപ്പ്! രണ്ട് ഐസ് പീസ് കിട്ടിയിരുന്നെങ്കിൽ ഈ ഗ്ലാസിൻ്റെ അകത്തിട്ട് ഈ സ്മോൾ അങ്ങ് വലിച്ച് കുടിക്കാമായിരുന്നു. എന്താ ഞാൻ ഈ കാണുന്നത്? രണ്ട് ഐസ് പീസിന് ചോദിച്ചപ്പോ നീ ഐസിന്റെ ഒരു മലയാണല്ലോ കർത്താവേ എനിക്ക് തന്നത്. നീ വലിയവൻ തന്നെ. എടോ ശ്രാങ്കേ, എന്താണ് ഒരു ശബ്ദം കേട്ടത്? സാർ, കപ്പൽ മഞ്ഞുമലയിൽ ഇടിച്ചു. ഇടിയറ്റ്, എന്നാൽ പിന്നെ തനിക്ക് വളയ്ക്കാമായിരുന്നില്ലേടോ? ഒരുത്തിയെ വളയ്ക്കും നോക്കിയിരുന്നപ്പോ കപ്പൽ വളയ്ക്കാൻ മറന്നു പോയതാണ്. എവിടെയാണോ കപ്പലിന്റെ സ്കെച്ചും പ്ലാനും? സാർ, ഇതാണ് കപ്പലിന്റെ സ്കെച്ചും പ്ലാനും. നമ്മുടെ നാണുവാശാരിയാണ് കപ്പൽ ഉണ്ടാക്കിയത്. ഏറ്റവും മുകൾ തട്ടി ഈട്ടി, പിന്നെ തേക്ക്, ആഞ്ഞിന്, പ്ലാവ്, മാവ്, എന്തിന് ആ 9 ചവാൻ കപ്പേൻ്റെ തണ്ട് വരെ ഉപയോഗിച്ചിട്ടുണ്ട്. മൊത്തം 7 തട്ടായിട്ട് വന്നതാണ്. കുറച്ചാണ് ഒറ്റ തട്ടിന് എല്ലാം പോയി എന്ന് കൂട്ടിയാൽ മതിയല്ലോ. എന്താണ് ഒരു ശബ്ദം കേട്ടത്? ഒന്നുമില്ല, കപ്പൽ മഞ്ഞുമലയിൽ ഇടിച്ച്. വന്നപ്പോ നല്ല പൊക്കമുള്ള കപ്പലായിരുന്നല്ലോ, ഇതെന്താണ് ഉയരം കുറഞ്ഞു വരിക? താഴത്ത് 2 തട്ട് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എങ്ങനെയാടാ മേളിലേക്ക് പോകുന്നത്? മുകളിലേക്ക് പോകാൻ ഒരു മാർഗം ഒത്തിട്ടുണ്ട്. ശ്രമിച്ചാൽ നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് മുകളിലോട്ട് പോകാൻ പറ്റും. പിന്നെ ഒരു അറിയിപ്പുണ്ട്, മഹസാറ് കപ്പലിന്റെ ഫ്രണ്ട് വശത്തേക്കൊണ്ട് ആ ഭാഗമാണ് ആദ്യം മുങ്ങാൻ പോണ്. അതുകൊണ്ട് എല്ലാവരും ഓടി പെട്ടെന്ന് പുറവശത്തേക്ക് വരാം. എടാ 9 ചവൻ ഇങ്ങോട്ടാ ഓടുന്നത്, ഇങ്ങോട്ട് പറച്ചോനെ. ഫ്രണ്ട് ഭാഗത്ത് നിന്ന് മഹസാറിനെ കാണാനല്ലേ മൂപ്പരോടെ പോയി. ഫ്രണ്ട് ഭാഗം ആദ്യം മുങ്ങുന്ന എനിക്ക് അറിയാടാതേണ്ടി, അതുകൊണ്ട് ഞാൻ ബാക്കിലേക്ക് മാറിയുന്നത്. പറച്ചോനെ, കപ്പലിന്റെ വാക്കുവശം മുങ്ങി. റോസ്, എൻ്റെ കയ്യിൽ പിടിച്ചോളൂ, ആ പിടിവിടരുത്. ഇല്ല, ഞാനൊരിക്കലും പിടിവിടില്ല. അങ്ങയും കൊണ്ടേ ഞാൻ പോകൂ. ആ കപ്പൽ മുങ്ങിത്തുടങ്ങി, അതിന് രക്ഷയില്ല. ആ വെള്ളത്തിലേക്ക് എടുത്ത് ചാടിക്കുള്ളൂ. റോസ്, ഇങ്ങ് നീന്തി വരൂ. ഈ പലകയിൽ പിടിച്ചു കിടന്നോളൂ. ചാക്ക്,
നമ്മൾ മരിച്ചു പോകുമോ ചാക്ക്? ഒരിക്കലുമില്ല. ഞാൻ നാളെ മരിച്ചു പോയാൽ നീ എന്ത് ചെയ്യും റോസ്? അയ്യോ, അങ്ങ് മരിച്ചു പോയാൽ പിന്നെ ഈ ജന്മത്തിൽ പറയൂ, ഈ ജന്മത്തിൽ 1 കൊല്ലം കഴിഞ്ഞേ ഞാൻ വേറെ പെണ്ണ് കെട്ടുകയുള്ളൂ. നീ എത്ര നല്ലവളാണ് റോസ്. എനിക്ക് വല്ലാതെ തണുക്കുന്നു റോസ്. എനിക്കും തണുക്കുന്നു ചാക്ക്. ചാക്ക് ചാക്ക് come back, ചാക്ക്. come back, ചാക്ക്. come back. ഈ നേരത്താണോ നീ തമ്പാക്ക് ചോദിക്കുന്നത്? അയ്യോ ചാക്ക്, അയ്യോ, എൻ്റെ ചാക്ക് മരവിച്ചിരിക്കുന്നല്ലോ. എല്ലാവരും മരിച്ചിട്ടാണ് മരവിക്കാറ്. എൻ്റെ ചാക്ക് മരവിച്ച് മരിച്ചല്ലോ. ചാക്ക് 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 ചാക്ക്. എനിബഡി ഹിയർ? മരിച്ചവർക്ക് ആർക്കെങ്കിലും ജീവനുണ്ടെങ്കിൽ രക്ഷപ്പെടുത്താം. എനിബഡി ഹിയർ? മരിച്ചവർക്ക് ആർക്കെങ്കിലും ജീവനുണ്ടെങ്കിൽ രക്ഷപ്പെടുത്താം. വേറെ ഒരുത്തിന് വിസിലെടുത്തോട് പോകുന്നു. വഞ്ചി അങ്ങോട്ട് അടിപ്പിക്കും. കയറി വച്ചേ, നല്ല ഗാനം, ഇങ്ങോട്ട് കയറാം. അങ്ങനെ ഒരു ബലൂൺ കച്ചവടക്കാരൻ്റെ പോക്കറ്റിൽ കിടന്ന വിസിലെടുത്ത് ഊതി ഞാൻ രക്ഷപ്പെട്ടു. ആ യാത്ര കൊണ്ട് എനിക്ക് 2 ഗുണമുണ്ടായി. ഒന്ന്, വേറൊരുത്തനെ കല്യാണം കഴിക്കാനും പറ്റി. ജാക്കിൻ്റെ കുഞ്ഞിനെ പ്രസവിക്കാനും പറ്റി. ടൈറ്റാനിക്കിന് നന്ദി.